ഇത് വൈദ്യർപീഡിയ ജംഗ്ഷനിൽ നിന്ന് MRC റോഡ് എന്ന് പറയും. എടച്ചോ വയലിലോട്ട് പോകുന്ന റോഡാണ്. ഒരു 10-200 വീടുകൾ ഇവിടെയുള്ളതാണ് ഈ ഏരിയയിൽ. അപ്പോൾ ഇത് വാട്ടർ അതോറിറ്റി അമൃതം പദ്ധതിയുടെ വകയായിട്ട് പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടിയിട്ടാണ് ഇവർ കുഴിച്ചത്. വലിയ ബക്കറ്റ് കൊണ്ടുവന്ന് കുഴിച്ച് നല്ല ആഴത്തിൽ കുഴിച്ച് പൈപ്പിട്ടു. പൈപ്പിട്ടതിന് ശേഷം അവർ ജസ്റ്റ് മെറ്റലിട്ട് പോവുകയാണ് ചെയ്തത്. മെറ്റലിട്ട് പോയപ്പോൾ ഞങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുന്നു? ഞങ്ങൾ ടാറിടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഇത് കംപ്ലീറ്റ് കുത്തിയൊലിച്ച് പോയി. ഒരു അരയാളുടെ താഴ്ചയിൽ ഇവിടെ വലിയ കുഴിയാണ്. ഈ കുഴി കാരണം വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരു ആംബുലൻസിനോ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. രാത്രിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അറിയാത്തവരാരും വന്നു കഴിഞ്ഞാൽ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കും. ഇത് നമ്മൾ കൗൺസിലറിൻ്റെ നോട്ടീസിലിട്ടിരുന്നു. കൗൺസിലർ പോയി ബന്ധപ്പെട്ടു. അപ്പം കോർപ്പറേഷൻ മേയർ വിളിച്ച മീറ്റിങ്ങിൽ അവർ ടാറിടാൻ വേണ്ടി പറഞ്ഞപ്പോൾ എഞ്ചിനീയേഴ്സ് ശക്തമായി എതിർത്തെന്നാണ് കൗൺസിലറിൽ നിന്ന് എനിക്കറിയാൻ പറ്റിയത്. അതായത് ഈ ടാറിട തന്നെ വേണം, കോൺക്രീറ്റ് ചെയ്താൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടത് താൽക്കാലികമായ ഒരു സൊല്യൂഷനാണ്. ഇപ്പം ഞങ്ങളൊക്കെ വിചാരിച്ചൊരു കല്ലിടാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല, ഇതെല്ലാം ഒലിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെയുള്ളത്. കാരണം ഇപ്പോൾ ഈ പൊട്ടിക്കിടക്കുന്ന റോഡ് ഇത് കംപ്ലീറ്റ് ഇനിയിപ്പം ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് യാത്രായോഗ്യമല്ലായിരിക്കും ഈ റോഡ്. മാക്സിമം ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങളിപ്പം ഇവിടെ BJPയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പുള്ളി ഇന്ന് രാവിലെ മേയറിനെയൊക്കെ വിളിച്ചിരുന്നു, MLA വിളിച്ചിരുന്നു. അവരാരും ബിസിയാണെന്ന് തോന്നുന്നു, ആരും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവിടെ ഒരു വാഹനം വന്നാൽ തന്നെ വേറൊരു വാഹനം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒന്ന് സൈഡ് കൊടുക്കാൻ വരെ പറ്റാത്ത അവസ്ഥയാണ്. കുഴിയിലേക്ക് വീഴുമോ എന്നുള്ള ടെൻഷനിലാണ് വണ്ടി തന്നെ എടുക്കുന്നത്. പിന്നെ രാവിലെ എണീറ്റാൽ തന്നെ അവിടെ നിന്ന് നോക്കണം റോഡ് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന, കുഴിയുണ്ടോ അല്ലെങ്കിൽ മണ്ണാണോ എന്താണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ. വീട്ടിൽ നിന്ന് വാഹനം പുറത്തെടുക്കാൻ പറ്റുമോന്ന് രാവിലെ എണീറ്റാൽ നോക്കേണ്ട അവസ്ഥയായി മാറിയിട്ടാണ് ഉള്ളത്. ഓട്ടോ ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ട്. അവരെ അറ്റ് നൈറ്റ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ, എമർജൻസി ഇൻ കേസ് ഇനി എമർജൻസി എന്തെങ്കിലും വന്നാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വീട്ടിൽ നിന്ന് വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥിതി. അതേ സ്ഥിതി തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ മണ്ണ് മുഴുവൻ ഒലിച്ചങ്ങ് താഴെ ഒരു വീടുണ്ട്. ആ വീട്ടിന്റെ മുറ്റത്തേക്കാണ് ഈ മണ്ണും ചെളിയൊക്കെ പോയി നിറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഒട്ടും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കുഴിയിലെല്ലാം ഓരോ വാഴ വെച്ച് നട്ടാലോ എന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അത്രയും വലിയ കുഴികളാണ് ഇപ്പോൾ ഉള്ളത് വീട്ടിന്റെ മുന്നിലായിട്ടുള്ളത്. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ കൗൺസിലറോട് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വന്നു പോയി നോക്കി എന്നല്ലാതെ ഇതിനൊരു പരിഹാരമൊന്നും ആയിരുന്നില്ല. ഇതിപ്പം മഴക്ക് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന പണികളാണ്. അവരൊക്കെ വന്ന് 2 പ്രാവശ്യം കണ്ട് വന്ന് നോക്കിയിട്ട് പോയി. പക്ഷെ അതിനൊന്നും ഒരു പരിഹാരമൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോ ഈ മഴയത്ത് ഇപ്പൊ ഇവരെന്താ ചെയ്യാന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നില്ല. വലിയ പ്രയാസമാണ്. ഇനിയിപ്പോ നമുക്കൊരു വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനം വാങ്ങാൻ പോലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇനി ഇവരെന്നെ കൊണ്ട് തരുവോ എന്താണെന്നുള്ളതും നമുക്കറിയില്ല. അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ. അല്ലാണ്ട് നമുക്കിപ്പോ ഒരു അതെ, അവര് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്തിനൊന്നുമില്ല. അതിനുവേണ്ടി എന്നാ ചെയ്യാന്നുള്ളതാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മള്. നല്ല മഴയെല്ലാം പരാതികളൊക്കെ കൊടുത്തു. കോർപ്പറേഷനിൽ കൊടുത്തിട്ട് കൗൺസിലറൊക്കെ വന്ന് നോക്കിയിട്ടൊക്കെ പോയതാ. പക്ഷെ ഒന്നും ആയിട്ടില്ല. ഇത് ഇപ്പം രണ്ടാമത് ഒരു മെറ്റലിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷം അവർ തിരിച്ചു വന്നില്ല. വീണ്ടും ഈ മഴവെള്ളത്തിൽ ഇത് കംപ്ലീറ്റ് ഒഴിച്ചു പോയി. അത് ഈ ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, ഇത് എന്തെങ്കിലും സൊല്യൂഷൻ ഇല്ലാതെ നിങ്ങൾ വാരിയിട്ടിട്ട് പോയിട്ട് കാര്യമില്ലെന്ന്. ഈ മെറ്റൽ തന്നെ ഇപ്പോൾ രണ്ടാമത് കുറച്ച് മെറ്റലൊക്കെ കൊണ്ട് ഇറക്കിയത് അത് പൂർണ്ണമായി ഇറക്കിയില്ല. ഇവിടെയെല്ലാം പൊടിമണ്ണിട്ടിട്ട് പോയത്. ആ ഒഴുകിപ്പോയ മെറ്റലും ബാക്കിയുള്ള മണ്ണും എല്ലാം കൂടെ ചളിയും കൂടെ വാരിയിട്ടിട്ടാണ് അവർ പോയത്. രണ്ടാമത് ഇതേ മഴ വന്ന് എല്ലാം കംപ്ലീറ്റ് ഒലിച്ചു പോയി. അങ്ങനെ ഒരു വർക്ക് ആയിട്ട് എന്താ കാര്യം ഇരിക്കുന്നു?
മാഷെ, എന്താണ് നിങ്ങളുടെ നാട്ടിലെ റോഡിന്റെ അവസ്ഥ? ഇങ്ങനെ നാട്ടുകാരൊക്കെ വലിയ പരാതിയാണല്ലോ. ഇതാണ് റോഡിൻ്റെ ദുർഘടമായൊരു സാഹചര്യം. ഓരോ മഴക്കാലത്തും കുത്തിയൊലിച്ച് വരുന്ന വെള്ളം, ആ വെള്ളത്തിന് പോകാനുള്ള ഒരു സംവിധാനം, ഒരു സൗകര്യവും ഇവിടെ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല. ഇപ്പം കാലവർഷം തുടങ്ങുന്നേ ഉള്ളൂ. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ 3 തവണയായി ഈ റോഡ് തോടായി മാറിയിരിക്കുന്നു. ഈ കുത്തിയൊലിച്ച് വരുന്ന വെള്ളത്തെ നിയന്ത്രിക്കാനൊരു സംവിധാനവുമില്ല. വാട്ടർ അതോറിറ്റിക്കാർ അവരുടെ കുഴിച്ചു വെച്ചു, അവർ താൽക്കാലികമായി അവർ അടച്ചു വെച്ച് പോയി വന്നല്ലാതെ അതിനൊരു സ്ഥിരമായൊരു സംവിധാനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇത് സംബന്ധമായി പരാതി പറയാൻ കൗൺസിലറെ വിളിച്ചു, നിസ്സഹായത പ്രകടിപ്പിക്കുന്നു. മേയറെ വിളിച്ചു, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 8 തവണ മേയറെ വിളിച്ചു. 8 തവണയും മേയർ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. നോക്കൂ, ഒരു ചുമതലപ്പെട്ട ഒരാൾ, ഒരു ജനകീയ ജനപ്രതിനിധി, ഈ നാടിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ, ഇത്തരം ഒരാളോട് ആണ് ഒരു പരാതി പറയാൻ വിളിക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാതെ ഒഴിഞ്ഞു മാറുന്നൊരു സമീപനം, അതിവിടെ ഒരു ഗുരുതരമായ പ്രയാസം ഉണ്ടാക്കുന്നു. ഇവിടെ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു വിചാരിക്കുക, എങ്ങനെ പോകും? ഇപ്പം കാണുന്ന കാഴ്ച മാത്രമല്ല, ഇനി മഴ കനക്കുന്നതോടുകൂടി ഇത് ഒരു കുത്തൊഴിച്ച് വെള്ളം വരികയാണ്. ഈ കുത്തൊഴുകി വരുന്ന വെള്ളം ഈ റോഡിനെ തന്നെ ഇല്ലാതാക്കും. അത്രമാത്രം, അതായത് കറുവമ്പൈതര സ്റ്റോപ്പിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെല്ലാം ഇവിടെയാണ് എത്തുന്നത്. കുത്തിയൊലിച്ച് വരുമ്പോൾ സ്വാഭാവികമായി ഈ റോഡ് തന്നെ ഇല്ലാതാവുന്ന സാഹചര്യമാണുള്ളത്. ഇതിന് അടിയന്തരമായും മേയറായാലും കൗൺസിലറായാലും അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതായിരിക്കില്ല. അസുഖം വന്നാൽ പോലും ആളുകൾ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. ഈ വീടുകൾക്ക് ഇങ്ങനെ മതിലും ഇതൊക്കെ ഭീഷണി. ഇത് ഈ വീടുകളുടെ മതിൽ, ഇതിപ്പം ഈ വെള്ളം പോകുന്നതോടുകൂടി മതിലൊക്കെ ഇടിഞ്ഞു വീഴാൻ പോകും. അത്രയൊരു സാഹചര്യത്തിലുള്ളത്. കാരണം മതിലിനോട് ചേർന്നിട്ടാണ് ഈ ഒരു തോടായി മാറിയിരിക്കുന്നത്. ഇതിന് പോകാനുള്ള സാഹചര്യമില്ല, സൗകര്യമില്ല. സ്വാഭാവികമായും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. മഴ കനക്കുന്നതിന് മുമ്പായി തന്നെ ഈ റോഡിൻ്റെ ഈ ശോചനീയമായ അവസ്ഥക്ക് പരിഹാരം ഉണ്ടാക്കാൻ മേയറായാലും കൗൺസിലറായാലും അടിയന്തരമായി ഇടപെടണം. ജനങ്ങളുടെ ഈ പ്രയാസങ്ങൾ, ഈ ദുരിതം മാറ്റാൻ അവർ അടിയന്തരമായും ഇടപെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിരിക്കും. ജനങ്ങൾക്കൊരു അസുഖം വന്നാൽ പോലും ഇവിടെ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോകാൻ പോലും കഴിയാതൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഈ ദുർഘടമായ സാഹചര്യത്തിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കാൻ മേയറായാലും വാട്ടർ അതോറിറ്റി ആയാലും കൗൺസിലറായാലും അടിയന്തരമായി ഇടപെടണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്. അവർ താൽക്കാലികമായി കുറച്ച് സിമെന്റ് ഒക്കെ ചേർത്ത് അതൊക്കെ പോയി. ഇനിയിപ്പോ ഈ മഴ കനക്കുന്നതോടുകൂടി അവിടുന്ന് മുതലേ പൊട്ടിപ്പൊടുകയാണ്. ഇത് വലിയ കുഴിയാണ്. ഇപ്പൊ ഇത് ഇറക്കിയിട്ട് ഇപ്പൊ ഈ വീട്ടുകാർ വലിയ സിമെന്റ് ഇങ്ങനെ വാരി ഇട്ട് കൊടുത്തതാണ്. ഇതൊന്നും ശാശ്വതമല്ല, എല്ലാം പൊട്ടിപ്പോകും. ഒരു മതിലിനൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്.